ഹലോ ഫ്രണ്ട്സ്, ഇവിടെ SLC പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ ആർച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിംഗ് ഇൻ ടു ദ എയർ. He seemed at first to resent my invasion of his privacy, but when he found that I did not arm myself with a catapult or air gun, he became friendlier. And when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. ഇനി ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. Who is the narrator here? The narrator here is the boy. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? The narrator is Ruskin Bond. How did Grey Squirrel resent the narrator's invasion? The Grey Squirrel resented his invasion by sniffing into the air and arching his back. അല്ലെങ്കിൽ arching his back and sniffing into the air. The squirrel resented the narrator's invasion. Why did the squirrel become friendlier? The squirrel became friendlier when it found that the boy did not arm himself with a catapult or air gun. Give one word for to feel bitter or angry about something. അപ്പോൾ ഈ അർത്ഥം വരുന്ന ഒരു വാക്ക് എടുത്ത് എഴുതുക. റിസെൻറ്റ് എന്നുള്ളതാണ് ആ അർത്ഥം വരുന്ന വാക്ക്. വാട്ട് ഡിഡ് ദ നറേറ്റർ ഡു ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് ദ സ്ക്വിറൽ? അപ്പോൾ ഈ സ്ക്വിറലുമായി അടുക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? ഹി ഗേവ് ദ സ്ക്വിറൽ പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്സ്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ സ്യൂട്ടബിൾ. ഇവിടെ ഹോമിയോപ്പത്തും മദറും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. ഹോമിയോപ്പത്ത് മദർ കോമ ഡാഷ്, അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അതിന് ആൻസറായിട്ട് മദർ പറയുന്നത് യെസ് ഐ ലൈക്ക് ദിസ് ന്യൂ ഹൗസ്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യനാണ് വേണ്ടത്. ഈ പുതിയ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് അവിടെ വേണ്ടത്. ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ് വേണ്ടത്. ഡു യു ലൈക്ക് ദിസ് ന്യൂ ഹൗസ്? അത് കഴിയുമ്പോൾ മദർ ചോദിക്കുന്നുണ്ട് വൈ ഡാഷ് ക്വസ്റ്റ്യൻ. അതിന് ഹോമിയോപ്പത്ത് പറയുന്ന മറുപടി ദാറ്റ് ഹൗസ് വാസ് വെരി ഓൾഡ്, ഇറ്റ് വാസ് ഡേഞ്ചറസ് സ്റ്റേയിങ് ദർ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ പഴയ വീട് മാറിയത് എന്നുള്ളൊരു ചോദ്യമായിരിക്കും. ഒരു WH ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരേണ്ടത്. വൈ ഡിഡ് യു ഷിഫ്റ്റ് ടു ദിസ് ഹൗസ്? മദർ യു ഹാഡ് മെറ്റ് സം പ്രോബ്ലംസ് ദർ കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇവിടെ ഒരു കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ടാഗാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ യു ഹാഡ് മെറ്റ് സം പ്രോബ്ലംസ് ദർ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഹാഡിൻറ്റ് യു എന്നാണ്. ഇനി ഹോമിയോപ്പത്ത് പറയുകയാണ് യെസ് വൺ ഡേ ഐ സോ എ സ്നേക്ക് ഇൻ മൈ റൂം. ഗോഡ് ഇഫ് യു ഹാഡിൻറ്റ് സീൻ ഇറ്റ് കോമ ഡാഷ്. ഇതൊരു ഇഫ് ക്ലോസ് ആണ്. ഹാഡ് പ്ലസ് V3 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടൈപ്പ് 3 ഇഫ് ക്ലോസ് ആണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ക്ലോസ് വുഡ് ഹാവ് പ്ലസ് V3 ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ചേരുന്ന രീതിയിലുള്ള ഒരു സെൻറ്റൻസ് വുഡ് ഹാവ് പ്ലസ് V3 നമുക്ക് ഇറ്റ് വുഡ് ഹാവ് ബിറ്റൺ യു എന്ന് എഴുതാം. ഹോമിയോപ്പത്ത് ഓ നോ മദർ യു സ്പീക്ക് ആസ് ഇഫ് ഐ ആം എ ബോയ്, ഐ ആം എ സ്മോൾ ബോയ്. അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം നമുക്കവിടെ എഴുതാം. മദർ നോ യു ആർ നോട്ട് എ സ്മോൾ ബോയ് സ്റ്റിൽ യു ഹാഡ് ബെറ്റർ ഡാഷ്. യു ഹാഡ് ബെറ്ററിന് ശേഷം V1 ഉപയോഗിക്കണം. യു ഹാഡ് ബെറ്റർ ടേക്ക് തിങ്സ് സീരിയസ്ലി, അല്ലെങ്കിൽ യു ഹാഡ് ബെറ്റർ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. അങ്ങനെ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് നമുക്കവിടെ കൊടുക്കാം. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. എഡിറ്റ് ദ ഗിവൺ പാരഗ്രാഫ്. എഡിറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ്. കോവിഡ് ഹാസ് കെപ്റ്റ് ഓഫ് us all out of schools nowadays. We never expect the outbreak of such a pandemic, so hereafter we should look after the unexpected in our life. ഇവിടെ എന്തൊക്കെയാണ് മിസ്റ്റേക്സ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ എ റോങ് വേർഡ് ഓർഡറാണ്. ഓഫ് us all അല്ല, all of us എന്നാണ് വേണ്ടത്. അടുത്തത് വി നെവർ എക്സ്പെക്റ്റ് എന്നല്ല അവിടെ വേണ്ടത്. അവിടെ നമ്മൾ വേണ്ടത് വി ഹാഡ് നെവർ എക്സ്പെക്റ്റഡ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. സച്ച് എ പാൻഡമിക് അല്ല, സച്ച് പാൻഡമിക്. എ അവിടെ ആവശ്യമില്ല. സോ ഹിയർ ആഫ്റ്റർ വി ഷുഡ് ലുക്ക് ആഫ്റ്റർ അല്ല, ലുക്ക് ഫോർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. മറ്റൊരു ചോദ്യം നോക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നോ വൺ ക്യാൻ ബീറ്റ് ഹോളിവുഡ് വെൻ ഇറ്റ് കംസ് ടു മേക്കിംഗ് ഫിലിംസ് വിത്ത് ആനിമൽസ് ഇൻ ദം. ഐ റിമെമ്പർ ഫിലിംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ് ആൻഡ് ദർ വെർ ക്വൈറ്റ് എ ഫ്യൂ ഓഫ് ദം that had an Alsatian called Rin Tin Tin. This dog's acting was more impressive than a human's.
Later, we got to see 3 or 4 other films with a collie called Lassie. Who is the narrator in this paragraph? ഇവിടുത്തെ narrator ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ സത്യജിത്ത് റായ്. What specialty of Hollywood is mentioned here? എന്ത് പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത് ഹോളിവുഡിൻ്റെ? ഹോളിവുഡ് ഈസ് ദ ബെസ്റ്റ് ഇൻ മേക്കിംഗ് ഫിലിംസ് വിത്ത് ആനിമൽസ്. മൂന്നാമത്തെ ചോദ്യം, സജസ്റ്റ് വൺ വേർഡ് ഫോർ എ ഡോഗ് ഓഫ് ലോങ് പോയിൻറ്റഡ് നോസസ് ആൻഡ് ലോങ് തിക്ക് ഹെയർ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഉത്തരം കോലി എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. നാലാമത്തെ ചോദ്യം, വാട്ട് ഡിഡ് ദ ഓതർ കമൻറ്റ് ഓൺ റിൻ ടിൻ ടിൻ ദ അൾസേഷൻ. ഈ ഒരു അൾസേഷൻ ഡോഗിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? റിൻ ടിൻ ടിൻസ് ആക്ടിങ് വാസ് വെരി ഗുഡ്, വെരി ഇംപ്രസീവ്, ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നൗൺ ഫ്രേസ് ഇൻ ഒബ്ജക്റ്റ് പൊസിഷൻ ഇൻ ദ സെൻറ്റൻസ് ഐ റിമെമ്പർ ഫിലിംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. ഇവിടെ നൗൺ ഫ്രേസ് ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഒബ്ജക്റ്റ് പൊസിഷനിലുള്ള നൗൺ ഫ്രേസ് ആണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഫിലിംസ് എന്നാണ്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ആരെ അല്ലെങ്കിൽ എന്തിനെ ഓർക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടും ഫിലിംസ്. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. ഇവിടെ ഒരു കോൺവെർസേഷനാണ്, അലിയും സാറയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. കംപ്ലീറ്റ് ചെയ്യാം. അലി കോമ ഡാഷ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കോ കാര്യങ്ങളോ ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ അല്ല, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അലി പ്ലീസ് ഗിവ് മീ മൈ ഷൂസ്, അല്ലെങ്കിൽ അലി ഷോ മീ മൈ ഷൂസ് എന്നൊക്കെ നമുക്ക് എഴുതാം. ഐ ഡോണ്ട് ഹാവ് യുവർ ഷൂസ് വിത്ത് മീ, ദെൻ യു ഹാവ് ലെഫ്റ്റ് ദം വിത്ത് കോബ്ലർ കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗാണ്. കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ യു ഹാവ് ലെഫ്റ്റ് ദം വിത്ത് ദ കോബ്ലർ എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഹാവിൻറ്റ് യു. നോ സാറ ഡാഷ് അവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നോ സാറ ഐ ലോസ്റ്റ് ദം. എ ജങ്ക് കളക്ടർ ടുക്ക് ദം അവേ. സാറ ഹേ ഐ ക്യാൻ ജസ്റ്റ് ബിലീവ് ഇറ്റ് ഐ ഡാഷ് അവിടെയും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഐ വിൽ ടെൽ ദിസ് ടു ഡാഡ്. അപ്പോൾ അലി പറയാണ് ഇഫ് യു ടെൽ ഡാഡ് ഡാഷ്. ഇവിടെ ഇഫ് പ്ലസ് പ്രസൻറ്റ് ടെൻസ് ആണ്, ഫസ്റ്റ് ടൈപ്പാണ്. അപ്പോൾ വിൽ പ്ലസ് V1 ചേർത്ത് നമ്മൾ എഴുതണം. ഡാഡ് വിൽ ബീറ്റ് അസ്. ദെൻ വാട്ട് ഷുഡ് ഐ ഡു? യു ഹാഡ് ബെറ്റർ ഡാഷ്. ഹാഡ് ബെറ്ററിന് ശേഷം V1 ഉപയോഗിക്കണം. യു ഹാഡ് ബെറ്റർ ടേക്ക് മൈ ഷൂസ്. യു ഹാഡ് ബെറ്റർ ടേക്ക് മൈ ഷൂസ്. ഐ വിൽ വെയർ ദം വെൻ യു ആർ ബാക്ക്. സാറ ഓക്കെ ലെറ്റ്സ് ട്രൈ ദാറ്റ്. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. റൈറ്റ് ഡൗൺ ദ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഇൻ ദ ഗിവൺ സെൻറ്റൻസസ്. തന്നിരിക്കുന്ന സെൻറ്റൻസിലെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും വേർതിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ കോവിഡ് ഹിറ്റ്സ് കേരള ബാഡ്ലി. ഇവിടെ കോവിഡ് എന്നുള്ളതാണ് സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ് ഹിറ്റ്സ് കേരള ബാഡ്ലി എന്നുള്ളതാണ്. രണ്ടാമത്തെ സെൻറ്റൻസ്, ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് പോലീസ് ആർ ഫൈറ്റിംഗ് ദെയർ ബെസ്റ്റ് ടു ചെക്ക് ഇറ്റ്. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹെൽത്ത് വർക്കേഴ്സ് ആൻഡ് പോലീസ്, പ്രെഡിക്കേറ്റ് are fighting their best. Some of us behave carelessly even now. Some of us എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. are careless even now എന്നുള്ളത് പ്രെഡിക്കേറ്റ് ആണ്. We all should remain alert. We all എന്നുള്ളത് ഇവിടുത്തെ സബ്ജക്റ്റാണ്. പ്രെഡിക്കേറ്റ് should remain alert എന്നുള്ളതാണ്. ഇനി മറ്റൊരു കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് റൂംമേറ്റും അഡിച്ചായും തമ്മിൽ നടത്തിയ ഒരു കോൺവെർസേഷനാണ്. അതിൽ വിട്ടുപോയ ഭാഗങ്ങൾ നമ്മൾ എഴുതുക. റൂംമേറ്റ് അഡിച്ചായ് ഡാഷ് ഇംഗ്ലീഷ് സോ വെൽ. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡിഡ് യു സ്പീക്ക് ഇംഗ്ലീഷ് സോ വെൽ? അപ്പോൾ അഡിച്ചായ് പറയാണ് ഇംഗ്ലീഷ് ഈസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇൻ നൈജീരിയ. റിയലി? ദെൻ യു ഹാവ് ഹാഡ് യുവർ സ്കൂളിംഗ് ഇൻ ഇംഗ്ലീഷ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗാണ് ഹാവിൻറ്റ് യു. യെസ് മൈ പാരൻസ് ഡാഷ് അവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓൾസോ ആർ വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് എംപ്ലോയ്ഡ്. Oh great, I had an entirely different concept of Africa. If you visit my homeland, comma dash. ഇവിടെ ഒരു if clause ആണ്, ഫസ്റ്റ് ടൈപ്പ് ഓഫ് if clause ആണ്. അപ്പോൾ അതിൻ്റെ മെയിൻ ക്ലോസ് ഭാഗം will, shall, can, any of this plus V1 ആണ്. അപ്പോൾ you will learn more about Africa. If you visit my homeland, you will learn more about Africa. Sure, I like to learn more about Africa. I would rather dash. അവിടെ would rather ചേർത്തിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ V1 ഉപയോഗിക്കണം. ഐ വുഡ് റാദർ കം എലോങ് വിത്ത് യു. ഐ വുഡ് റാദർ കം എലോങ് വിത്ത് യു. അഡിച്ചായ് ഗുഡ്, വിൽ ഡു ഇറ്റ്. അപ്പോൾ നമ്മൾ രണ്ടുപേർക്കും കൂടി അങ്ങോട്ടേക്ക് പോകാം എന്ന് പറയുകയാണ്.